ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ബട്ടർഫ്ലൈ ചാനൽ. അപ്പോൾ അങ്ങനെ നമ്മൾ വിഷു സ്പെഷ്യലായിട്ട് ഇഞ്ചമ്പുളി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതെൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ അടുക്കളയുടെ ബാക്ക് സൈഡിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അടുക്കളയുടെ സൈഡിൽ ബാക്കിൽ നമ്മൾ ഗ്യാസും സ്റ്റൗവൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ ഇപ്രാവശ്യം അടുക്കളയുടെ പുറത്താണ് നമ്മൾ പുളിഞ്ചി റെഡിയാക്കണത്. അതിനാണ് നമ്മൾ പുറത്ത് വന്നിരുന്നത്. കാരണം 30 പേർക്കുള്ളത് റെഡിയാക്കണ്ടേ. പുളിഞ്ചി ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ 30 പേർക്കുള്ള പുളിഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തീരെ തൊലിയൊക്കെ കളഞ്ഞു. നമ്മൾ ഇഞ്ചമ്പുളി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇത്രയും ഇഞ്ചിയാണ് എടുത്തേക്കണത്. ഇനി അടുത്ത് നമ്മൾ നാളികേരക്കൊത്ത് റെഡിയാക്കാണ്. നമ്മൾ നാളികേരക്കൊത്ത് ഇടുന്നത് പുളിഞ്ചിക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയാണ്. ഒട്ടുമിക്ക പേരും നാളികേരക്കൊത്ത് യൂസ് ചെയ്യാറില്ല. ഇഞ്ചമ്പുളിയുടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് നമ്മൾ നാളികേരക്കൊത്ത് ഇതിലേക്ക് ഇടുന്നത്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഉരുളിയാണ് എടുത്തേക്കണത് ഇഞ്ചമ്പുളി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കോൽപ്പുളി പിഴിഞ്ഞൊഴിച്ച് അരിച്ച് വെച്ച പുളിവെള്ളമാണ് നമ്മൾ ഈ വലിയൊരു ഉരുളിയിൽ നമ്മൾ ഒഴിച്ചേക്കണത്. അതിനോടൊപ്പം തന്നെ നമ്മൾ നന്നാക്കി ചെറുതാക്കി വെച്ച പച്ചമുളകും ഇഞ്ചിയും വേപ്പിലും നമ്മൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ പച്ചയോട് തന്നെയാട്ടാ ആ പുളിവെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തേക്കണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇട്ടു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റവ് ഒന്ന് ഓണാക്കി. എന്നിട്ട് നമ്മൾ ചട്ടകത്തോണ്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കുക. അങ്ങനെ നമ്മളത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് അത് തിളച്ച് ഈ പുളിവെള്ളം നന്നായി തിളച്ച് വറ്റി തുടങ്ങുമ്പോൾ വീണ്ടും നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ച കോൽപ്പുളിയുടെ പുളിവെള്ളം, അരിച്ചെടുത്ത പുളിവെള്ളം നമ്മൾ വീണ്ടും വറ്റും തോറും ഒഴിച്ചു കൊടുക്കുക. അപ്പം അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇഞ്ചമ്പുളി ഉണ്ടാക്കണേക്കാളും മുമ്പ് നമ്മൾ കോൽപ്പുളി പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം നമ്മൾ നന്നായി അരിച്ചെടുത്ത് ഒരു പോണിയിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് പുളിവെള്ളം നന്നായി തിളച്ച് വറ്റുമ്പോൾ നമ്മൾ അതിലേക്ക് ആ ഉരുളിയിലേക്ക് കോൽപ്പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി തിളച്ചു. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതാക്കി കൊടുക്കാം. ഇവിടെ നമ്മൾ തയ്യാറാക്കിയ അരിച്ചെടുത്ത കോൽപ്പുള്ളി വെള്ളം നന്നായി ഒഴിച്ചു കൊടുത്തു. അപ്പം എല്ലാം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ കോൽപ്പുള്ളി വെള്ളം അരിച്ചെടുത്തത്. ഇനി നമ്മൾ ഈ കോൽപ്പുള്ളി വെള്ളം ഒരുവിധം വറ്റാറായി. ഇനി നമുക്ക് അടുത്തത് ശർക്കര നീര്, അരിച്ചെടുത്ത ശർക്കര നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ശർക്കര നീര് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. ഇനി നമ്മളത് ഇതിലേക്ക് നമ്മൾ അരിച്ചെടുത്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ശർക്കര നീര് നമ്മൾ ഉരുക്കിയത് അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ടേസ്റ്റ് നോക്കിയപ്പോൾ നമുക്ക് ഇനിയും മധുരത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നി. അപ്പോൾ നമ്മൾ വീണ്ടും ശർക്കര നീര് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ചെറിയൊരു പോണിയിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ. അങ്ങനെ നമ്മളിട്ട ശർക്കരയൊക്കെ നന്നായി ഉരുക്കി. ഇനി നമുക്ക് 1 ടീസ്പൂൺ എടുത്തുനിന്ന് ഇളക്കി നോക്കാം എല്ലാ ശർക്കരയും ഉരുക്കിയോന്ന്. അപ്പോൾ കുറച്ചൊരു ശർക്കര ഇനിയുണ്ട് ഉരുകാനായിട്ട്. ഇനി നമുക്ക് ഈ ശർക്കര നീര് എടുത്തതൊക്കെ നമുക്ക് അരിപ്പയിൽ ഇത് അരിച്ചെടുത്ത് നമുക്ക് ആ ഉരുളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ 3 ടീസ്പൂൺ പഞ്ചസാര അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ മധുരവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണ് നമ്മൾ 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തത്. ഇത് നന്നായി തിളച്ച് നന്നായി കുറുകി വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഉരുളിയിൽ നിന്ന് നമ്മൾ മൺപാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ്. നമ്മൾ ഉരുളിയിൽ നിന്ന് മൺപാത്രത്തിലേക്ക് മാറ്റിയതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നാമത് പുളിരിയാണ് വെക്കണ കറി, ഇഞ്ചമ്പുളിയാണ് വെക്കണ സംഭവം. അപ്പോൾ മൺപാത്രത്തിൽ ഇരിക്കും തോറും നല്ലൊരു പുളിരി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് നമ്മൾ മൺപാത്രത്തിലേക്ക് മാറ്റിയത്. അങ്ങനെ അപ്പോൾ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇനി കാച്ചി ഒഴിക്കാനാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ മൺപാത്രം അടക്കം മാറ്റി വെച്ചു. ഇനി നമ്മൾ കാച്ചാനുള്ള പരിപാടിയാണ് തുടങ്ങണേ. അപ്പോൾ നമ്മൾ ചീഞ്ചട്ടി വെച്ചു. പിന്നെ നമുക്ക് ആവശ്യമുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും ഈ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നാളികേരക്കൊത്ത് റെഡിയാക്കിയത് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തു. ഈ നെയ്യൊക്കെ നന്നായി ചൂടായിട്ട് വേണം നമ്മൾ നാളികേരക്കൊത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നാളികേരക്കൊത്തൊക്കെ ഇപ്പോൾ നന്നായി ഒന്ന് ബ്രൗൺ കളറ് ആകണ വരെ നമ്മളൊന്ന് ഇടയ്ക്കിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് നാളികേരക്കൊത്ത് മൊരിയാൻ നിൽക്കണ്ട. ബ്രൗൺ ഷെയ്ഡായി നമുക്കത് മാറ്റി അതിലേക്ക് ആ മൺപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാളികേരക്കൊത്തൊക്കെ നമ്മളപ്പോൾ അരിയുമ്പോൾ
നല്ല നൈസായിട്ട് അരിഞ്ഞു കൊടുക്കണം. നാളികേരക്കൊത്ത് ബ്രൗൺ കളറായപ്പോൾ തന്നെ നമ്മൾ ചീഞ്ചട്ടി അടക്കം സ്റ്റൗവിൻ്റെ അവിടുത്തെ മാറ്റി. ഇനി ആ ചൂട് കൊണ്ടൊന്ന് മൊരിയട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ എടുത്തിട്ട് നാളികേരക്കൊത്ത് കോരി നമ്മൾ മൺപാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതേ ചീഞ്ചട്ടിയിൽ തന്നെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ആ ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ ഈ ചീഞ്ചട്ടി ഇണ്ടാലിയത്തിൻ്റെ ചീഞ്ചട്ടി ആട്ടോ. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലൊക്കെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു ടീസ്പൂൺ എടുത്ത് കോരി മൺപാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ആ വെളിച്ചെണ്ണ പിന്നെ ചൂടായിട്ടാണ് നമ്മൾ പിന്നെ അടുത്ത പരിപാടി തുടങ്ങിയത്. ഇനി നമ്മൾ നന്നായി വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഈ ഇഞ്ചമ്പുളിക്ക് ആവശ്യമുള്ള കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള വേപ്പില ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ടീസ്പൂൺ എടുത്ത് നന്നായി ഒന്ന് ഇളക്കുക. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കായപ്പൊടി, ഉലുവപ്പൊടി ഇത് രണ്ടും നമ്മൾ ഇട്ട് കൊടുത്തു ചീഞ്ചട്ടിയിലേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പുളിവെള്ളം നമ്മളിവിടെ ചെറിയൊരു കോപ്പയിലെടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു പുളിവെള്ളം നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ 2 ടീസ്പൂൺ പഞ്ചസാര അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തു. നമ്മൾ അങ്ങനെ നമ്മുടെ ഇഞ്ചമ്പുളിയുടെ കാച്ചി ഒഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഞ്ചമ്പുളി റെഡി ആയിട്ടോ. ഇഞ്ചമ്പുളിയുടെ അപ്പോൾ ടേസ്റ്റൊക്കെ നോക്കി എരിവും പുളി മധുരം എല്ലാം പാകത്തിന് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വിഷു ആശംസകൾ ഞാൻ നേരുന്നു. എല്ലാവർക്കും ഹാപ്പി വിഷു. വിഷു അടിച്ച് പൊളിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷോർട്സ് വീഡിയോസും കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇടയ്ക്കിട്ട് പോസ്റ്റൊക്കെ ഇടാറുണ്ട്. അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളട്ടാ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തോളൂ. പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ടാറ്റ ബൈ ബൈ.